ഹലോ ഗൈസ്, തെക്കൻ നാടോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഹോട്ട് ഡോഗ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധ്യയുടെ ഒരു ഹോട്ട് ഡോഗ് മേടിച്ചിട്ടുണ്ട്, പിന്നെ സവാള, തക്കാളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോട്ട് ഡോഗ് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോട്ട് ഡോഗ് മുറിക്കാൻ പോവാണ്. ഹോട്ട് ഡോഗ് ആദ്യം മുറിച്ച് ചെറിയ പീസാക്കും. അപ്പോൾ നമ്മൾ ഹോട്ട് ഡോഗ് എടുത്തിട്ടുണ്ട്. ഹോട്ട് ഡോഗ് പൊട്ടിച്ചെടുത്തു. ഇങ്ങനെയൊക്കെ ഹോട്ട് ഡോഗ് ചിക്കൻ ഹോട്ട് ഡോഗ് ആണ്. നമ്മൾ മേടിച്ചത് നോർമൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ചീസായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഹോട്ട് ഡോഗ് ഇങ്ങനെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്യാം. ആദ്യം ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്യും, പിന്നെ എല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ഒറ്റ കട്ടയ്ക്കാണ്. അതിപ്പോൾ നിങ്ങൾ കാണും. എല്ലാം കൂടെ ചേർത്ത് വെച്ച് കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇത് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. സവാള അരിയാണ്. എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ കഴിയും. പിന്നെ സവാളയുടെ മേളത്തെ ഒരു തൊലി ലെയർ ഞാൻ എപ്പോഴും കളയും, എന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എന്താ അറിയത്തില്ല, ഞാനത് കളഞ്ഞിട്ട് ഉപയോഗിക്കാറുള്ളൂ. സവാള ഒന്ന് കഴുകിയിട്ട് കട്ടിംഗ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് സവാള അരിയാം. ഓക്കെ, അങ്ങനെ കട്ടിംഗ് ഒന്ന് കഴുകി നമുക്ക് സവാള അരിയാൻ പോകാം. സവാള എടുത്ത് എനിക്ക് പറ്റുന്ന രീതിയിൽ അരി വലിയ ഷേപ്പ് വ്യത്യാസമൊന്നും അങ്ങനെ ഒന്നും നോക്കില്ല. പിന്നെ ഞാൻ സവാളയുടെ ഈ സൈഡിലുള്ള ഈ സാധനം ഞാൻ അത് കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ്. അത് ഞാൻ ഉപയോഗിക്കാറില്ല. അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കണസാകുണസൊക്കെയാണ് ഞാൻ ആയിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഉള്ളി വരണ്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്പീഡിലരിഞ്ഞ് കൈ മുറിക്കണ്ട. ഞാൻ ചുമ്മാ നോക്കിയത് വീഡിയോയ്ക്ക് വേണ്ടി സ്പീഡിലരിയാൻ പറ്റുമെന്ന്. നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയൊന്നുമല്ല, എന്നാലും ഞാൻ ചുമ്മാ ട്രൈ ചെയ്തു. നമ്മുടെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലൊക്കെ തന്നെ ചെറുതായിട്ട് അരിയുക, അരിഞ്ഞ് ചെറിയ കഷ്ണാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ പച്ചമുളക് കൂടെ എടുക്കും. നമ്മൾ പച്ചമുളക് എടുക്കുന്നു. 3 പച്ചമുളക് ചെറുതായിട്ട് കീറി അതും നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുത്ത് തക്കാളി, പച്ചമുളക്, സവാള, പിന്നെ നമ്മുടെ ഹോട്ട് ഡോഗ്, പിന്നെ അടുപ്പിതാണ്. അടുപ്പിലേക്കൊന്നും കണ്ടിട്ട് ആരും ഒന്നും പറയില്ല, ഒക്കെ എങ്ങനെയാണ്. അപ്പം ഇനി നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കും. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് പട്ട, ഗ്രാമ്പു, പിന്നെ കടുക്, കുരുമുളക്, ഏലക്ക, ഇതെല്ലാം ഞാനിടും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്കിതിനകത്ത് ഇടാം. എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇടുകയാണ്. സുഖമാണ് ചൂടായി കഴിയുമ്പോൾ. നമ്മൾ ഹോട്ട് ഡോഗിൽ കുറച്ച് ബീഫ് മസാല ഒക്കെ ഇട്ട് വെച്ച് ഇനി ഇതിനകത്തൊക്കെ നമ്മളെ പട്ട, ഗ്രാമ്പു, കടുക് എല്ലാം കൂടെ ഇട്ട് പൊട്ടിക്കാൻ പോവാണ്. അതിന് സവാള ഇടും, പച്ചമുളക് ഇടും, പിന്നെ മസാല ഇടും. എല്ലാം ഇട്ട് നമുക്ക് കറി സെറ്റാക്കണം. കൂട്ടത്തെയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് അപ്പോൾ നമ്മുടെ കടുവൊക്കെ പൊട്ടി മസാലക്കടി. പിന്നെ സവാള ഇടാൻ പോവാണ്. സവാള പിന്നെ ഞാൻ മസാല എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഞാനിട്ട് ചിലപ്പോൾ കരിഞ്ഞ് ഓരോരോ എടുത്ത് ഉപ്പും പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് മസാല ചേർത്ത് സവാള വേണ്ട പിന്നെ നമ്മൾ സവാള ഇടാൻ തക്കാളി സവാള ഇട്ട് വഴറ്റി എടുക്കുന്നു. അങ്ങനെ നമ്മൾ സവാള ഇട്ട് വഴറ്റുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൂട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടേക്കാം. ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടേക്കാം. ഇതിപ്പം ഇടുമ്പം എന്നിട്ട് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, കരിയായിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒറ്റക്കയിൽ വീഡിയോ എടുത്ത് എനിക്ക് ശീലമില്ല, എന്തായാലും കരിയും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ തക്കാളി മാറ്റി വെച്ചേക്കുന്നത്. തക്കാളി ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങി അടി പിടിക്കുന്നതൊക്കെ ഒന്ന് മാറി. അങ്ങനെ നമ്മൾ തക്കാളി ഇടാൻ പോവാൻ
തക്കാളി ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റായി. അതിനുശേഷം നമുക്ക് ഹോട്ട് ഡോഗ് ചിലർ വറുത്തൊക്കെ ഇടും. ഞാനിപ്പോൾ വറക്കാനൊന്നും ചെയ്യില്ല, ഡയറക്റ്റ് ഇടുകയാണ്. തക്കാളി ഇട്ട് ഒന്ന് ഇളക്കുവാണ്. അപ്പോൾ തക്കാളിയിലുള്ള വെള്ളമൊക്കെ അടി പിടിച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എനിക്ക് ഫോൺ പിടിച്ചുകൊണ്ട് വയ്ക്കാൻ പറ്റില്ല. ഞാൻ ഇനി നമ്മൾ ഹോട്ട് ഡോഗ് ചെയ്തിട്ട് അടുത്ത ബീഫ് മസാല എടുത്ത് വെച്ച ഹോട്ട് ഡോഗ് എടുത്ത് പാത്രത്തിൽ ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് ദൂരമായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ കറി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്.